ഇന്ന് ഞങ്ങൾ ഇസക്കുട്ടീൻ്റെ മുടി ചെറുതായിട്ടൊന്ന് വെട്ടാൻ വേണ്ടി പോവുകയാണ്. ആളെ മുഖത്ത് നല്ല സങ്കടം കാണുന്നത് ഈ പുറത്ത് മഴ പെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു മഴ ചോർന്നിട്ട് പോവാന്ന് പറഞ്ഞപ്പം തീരെ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇസമ്മോളെ ഇഷ്ടത്തിന് ഞങ്ങൾ കോട്ടിട്ട് മഴയെ തന്നെ പോവാന്ന് തീരുമാനിച്ച്. അപ്പോൾ ആൾ ഹാപ്പിയായി. പിന്നെ വേഗം വണ്ടിയിൽ ചാടി കയറി രണ്ടാളും കൂടെ ഇവിടെ അടുത്തുള്ള പാർലറിലേക്ക് വിട്ട്. ഇസക്കുട്ടീൻ്റെ അച്ഛന് തീരെ ഇഷ്ടമല്ലായിരുന്നു മുടി വെട്ടുന്നത്. പിന്നെ അമ്മച്ചന് ഒരേ നിർബന്ധം, കുറച്ചൊന്ന് മുടി വെട്ടാണ്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇതാ ബട്ടർഫ്ലൈനൊക്കെ കാണിക്കുന്നത്. പിന്നെ പോണ വഴി ഒന്ന് ATM കയറാനുണ്ടായിരുന്നു. പിന്നെ ഇസമ്മോളൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി വഴിയിൽ വെച്ച്. ആഹാ, 2 ജാതു. പിന്നെ ഇതാ നേരെ പാർലറിലേക്ക് നടന്നു പോന്നു. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ അധികം പോക്ക് ഇവിടെ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇസമ്മോൾ ഇത്ര റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് മുടി വെട്ടാൻ വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ആസാമിൽ നിന്നായിരുന്നു മുട്ടയടിച്ചത്. ആദ്യമായിട്ടുള്ള ഹെയർ കട്ട് അവിടെ നിന്നായിരുന്നു. അപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും കുറേ ടൈം എടുത്ത് ഒരുവിധം ഒപ്പിച്ച് വെട്ടിയതായിരുന്നു. പിന്നെ അടുത്ത വെട്ടൽ നല്ല കരച്ചിലോട് കരച്ചിലായിരുന്നു. ഏങ്ങി കരച്ചിലായിരുന്നു. ആ കഥയൊക്കെ ഞങ്ങൾ ഏച്ചിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അധികം ഇസമ്മോൾ അച്ഛൻ തന്നെയാണ് മുടി വെട്ടി കൊടുക്കുക. നാട്ടിൽ വരുന്ന സമയത്ത് മൊത്തം ഓരോ കട്ടടിച്ച് കൊടുക്കും. അല്ലാതെ അങ്ങനെ വെട്ടാറില്ല. ഇത് പിന്നെ നല്ലോണം നീളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ ലുക്ക് ആയപ്പോഴേക്കും ആൾ ചെറുതായിട്ടൊന്ന് മാറി മുഖം. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ പോയി. ഇസമ്മോളെ അച്ഛൻ്റെ വക ഞങ്ങൾക്ക് അധികം ഓരോ ഫുഡ് ഇങ്ങനെ ഓഫർ ചെയ്യും പുറത്ത് പോകുമ്പോൾ. അങ്ങനെ ഈ പ്രാവശ്യം എന്ത് വേണേലും കഴിച്ചോന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇസമ്മോൾക്ക് ഐസ്ക്രീം മതി. ഇനി അടുത്ത പ്രാവശ്യമാക്കാം. വേറൊരു കാര്യം കണ്ടു വെച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ഐസ്ക്രീമും ഇസമ്മോൾ മാറി കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന്. അപ്പോഴേക്കും വീണ്ടും മഴ വന്ന്. മഴ ചോർന്നു കളിച്ചു. പിന്നെ വീട്ടിലെത്തിയപ്പം ഇസമ്മോൾക്ക് കുറച്ച് ഹെയർ ആക്സസറീസ് വാങ്ങിയിരുന്നു. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക.